20 വർഷം മുമ്പ് വരെ കേരളത്തിലെ സമ്പന്നരുടെ മക്കൾക്ക് മാത്രം വിധിച്ചിട്ടുള്ള ഒന്നായിരുന്നു വിദേശ വിദ്യാഭ്യാസം. ഇന്ന് എൻ്റെ പരിചയത്തിലൊരു ടാക്സി ഡ്രൈവറുടെ മകൾ ഇറ്റലിയിൽ ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് പഠിക്കുന്നുണ്ട്. ആ കുട്ടി ഇനി തിരിച്ചു വരില്ല, അവിടെ കൂടും. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന ഓഫീസിലെ അറ്റൻഡറുടെ മകൻ നെതർലൻഡ്സിലാണ്, പഠിക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ അവിടെ ജോലിയായി, കുടുംബമായി. പറഞ്ഞു വന്നത്, കുടുംബത്തിൻ്റെ വരുമാനം വിദേശത്ത് പഠിക്കാനുള്ള മാനദണ്ഡമല്ലാതായിരിക്കുന്നു. കേരളത്തിലെ ഈ പുതിയ മൈഗ്രേഷൻ ഇൻവെസ്റ്റ്മെൻറ്റിന് ബാങ്കുകൾ 20 മുതൽ 40 ലക്ഷം രൂപ വരെ വായ്പ നൽകും. അത് തിരിച്ചടയ്ക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. കാരണം പോകുന്ന വിദ്യാർത്ഥി അവിടെ ആഴ്ചയിൽ 20 മണിക്കൂർ വരെയെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യും. യൂറോപ്യൻ രാജ്യങ്ങളിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ട്യൂഷൻ ഫീ ഇല്ല. പഠനം കഴിഞ്ഞാൽ 2 മുതൽ 3 വരെ വർഷത്തിനുള്ളിൽ അവിടെ തന്നെ സ്ഥിരം ജോലി കിട്ടും. ഭാവിയിലെ പെർമനന്റ് റെസിഡൻസ് സാധ്യത, ഇതെല്ലാം ബാങ്കുകൾക്ക് ആകർഷകമാണ്. മലയാളി വിദ്യാർത്ഥികൾക്ക് ചെലവ് കുറഞ്ഞ രാജ്യങ്ങളാണ് ജർമ്മനി, ഇറ്റലി, പോളണ്ട്, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയവ. ഈ രാജ്യങ്ങളിൽ ഒരു വർഷം പഠിക്കാൻ 5 മുതൽ 10 ലക്ഷം വരെ മാത്രമേ ചെലവ് വരൂ. 2026 കേന്ദ്ര ബജറ്റിൽ വിദേശത്തേക്ക് പണം അയക്കുന്നതിനുള്ള TCS നിരക്ക് 5% നിന്ന് 2% കുറച്ചിട്ടുണ്ട്. എല്ലാം ഗുണകരമാണ്. അതായത് 40 ലക്ഷം രൂപ സംഘടിപ്പിക്കാനുണ്ടെങ്കിൽ യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം ഇന്ന് മലയാളിയുടെ വലിയൊരു സാധ്യതയാകുന്നു.